അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ വർഷം നടന്ന 2ാം ക്ലാസ്സിലെ പാദവാർഷിക പരീക്ഷയിലെ അറബിക് ക്വസ്റ്റ്യൻ പേപ്പറും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നാം വിശകലനം ചെയ്യാൻ പോകുന്നത്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകൽ നിർബന്ധമാണ്. ഒന്നാമത്തെ ചോദ്യം: ഈ കാണുന്ന ട്രെയിനിന് അനുയോജ്യമായ കളറുകൾ നൽകി, വ്യത്യസ്തമായ കളറുകൾ നൽകി താഴെ കാണുന്ന 2 ബോക്സ് ഉണ്ട്, 2 വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഏത് വാക്യമാണ് കറക്റ്റ് എന്ന് ആ ബോക്സിൽ ടിക്ക് നൽകുകയും ചെയ്യുകയാണ് വേണ്ടത്. ഇവിടെ ഈ ട്രെയിനിന് 3 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ അസ്റഖ്, അഹ്മർ, അഖ്ലർ. ഈ 3 കളറുകളാണ് അവിടെ നൽകേണ്ടത്. കളർ നൽകുമ്പോൾ ഇതുപോലെ ഉണ്ടാകും. പിന്നെ അതിൻ്റെ താഴെ ഹാദാ ഖിത്താറുൻ, ഹാദിഹി ഖിത്താറുൻ. ഏതാണ് കറക്റ്റ് എന്ന് ടിക്കിടുക. നമ്മൾ പഠിച്ചതാണ് ഹാദ എവിടെയാണ് ഉപയോഗിക്കുക, ഹാദിഹി എവിടെയാണ് ഉപയോഗിക്കുക എന്നൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഹാദാ ഖിത്താറുൻ എന്നുള്ളതാണ്. അതുപോലെ ഈ 3 കളറുകളെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. അസ്റഖ് നീല, അഹ്മർ ചുവപ്പ്, അഖ്ലർ പച്ച. രണ്ടാമത്തെ ചോദ്യത്തിൽ 8 ജീവികളുടെ പിക്ചർ അവിടെ നൽകിയിട്ടുണ്ട്. ഓപ്പോസിറ്റ് ഭാഗത്ത് 8 കോളങ്ങളുമുണ്ട്. 3 കോളത്തിൽ പേരുകൾ നൽകിയിട്ടുണ്ട്. ബാക്കിയുള്ള 5 ജീവികളുടെ പേരുകൾ ആ കോളങ്ങളിൽ എഴുതി മാച്ച് ചെയ്യാനാണ് ചോദ്യം. ആദ്യം ആന, ആനയ്ക്ക് ഫീൽ എന്ന് പറയുക. 2 ഉസ്ഫൂർ, കുരുവി. മൂന്നാമത്തത് ഖിർദ്, കുരങ്ങൻ. 4 താവൂസ്, മയിൽ. ഇതുപോലെ മാച്ച് ചെയ്യുക. അടുത്തത് പൂമ്പാറ്റ, ഫറാശ. താറാവ്, ബത്വ. പുഴു, ദൂത. ജറാദ്. ഈ ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു 6 വരി നൽകിയിട്ടുണ്ട്. അതിൽ ഒന്നിൽ ഹാദയും ഹാദിയും അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഹാദ ഹാദിഹി ഉപയോഗം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ പറയപ്പെട്ട ജീവികളിൽ ഹാദ ഉപയോഗിച്ച് ഏതെല്ലാം എഴുതാം, ഹാദിഹി ഉപയോഗിച്ച് ഏതെല്ലാം എഴുതാം, അതിൽ നിന്നൊരു 6 എണ്ണം എടുത്ത് ഈ വരികളിൽ എഴുതാനാണ്. ഹാദ ജറാദ്, ഹാദിഹി ദൂത, ഹാദ ഖിർദ്, ഹാദിഹി ബത്വത്ത്, ഹാദ ഫീലിൻ, ഹാദിഹി ഫറാഷത്തുൻ. നമുക്കറിയാം മുഅന്നസ് മുദക്കർ, സ്ത്രീലിംഗം പുല്ലിംഗം, അതാണ് ഹാദ ഹാദി തമ്മിലുള്ള വ്യത്യാസം. മൂന്നാമത്തെ ചോദ്യം: കുറേ അക്ഷരങ്ങൾ ഒരു കോളത്തിൽ നൽകിയിട്ടുണ്ട്. അതിന് താഴെ 3 പിക്ചർ ഉണ്ട്. അതിൽ ചില ലെറ്റേഴ്സ്, അതിൻ്റെ പേരിൻ്റെ ചില ലെറ്റേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ലെറ്റേഴ്സ് ഈ കോളത്തിൽ നിന്നും സെലക്ട് ചെയ്തുകൊണ്ട് അവിടെ എഴുതാനാണ് മൂന്നാമത്തെ ചോദ്യം. 3 പിക്ചറുകൾ ഇതാണ്: പൂമ്പാറ്റ, കൊക്ക്, തവള. ഇതിൻ്റെ അറബിയൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഫറാഷത്ത്, ലക്ക് ലക്ക്, ലഫ്ദ. ബാക്കിയുള്ള ലെറ്റേഴ്സ് മുകളിലത്തെ കോളത്തിൽ നിന്ന് നോക്കി ഓരോ കോളത്തിലേക്കും എടുത്ത് തെറ്റാതെ എഴുതാൻ ശ്രമിക്കുക. ഇതുപോലെ ഉണ്ടാകും എഴുതി കഴിയുമ്പോൾ. അതോടൊപ്പം തന്നെ അതിൻ്റെ താഴെ അന എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ജീവികളും പരിചയപ്പെടുത്തുന്നത് എഴുതണം. അന ഫറാഷത്ത്, ഞാൻ പൂമ്പാറ്റയാണ്. അന ലക്ക് ലക്ക്, ഞാൻ കൊക്കാണ്. അന ലഫ്ദ, ഞാൻ തവളയാണ്. ഇത് കൃത്യമായിട്ട് തെറ്റാതെ എഴുതുക. നാലാമത്തെ ചോദ്യം ഹിവാർ ഉണ്ടാക്കാനാണ്. കോളത്തിൽ 8ഓളം ഡയലോഗുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഠിച്ചതാണ് കലിമാത്തു തഹദീബിയ, അതായത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന വാക്കുകൾ. ശുക്രൻ, ഇലൽ മദ്രസ, സൈൻ, അൽഹംദുലില്ല, സബാഹുൽ ഖൈർ, അഫ്വൻ, ഇല, ഐന, കൈഫൽ ഹാൽ, സബാഹുൻ നൂർ. ഈ കോളത്തിലുള്ള ഓരോ വാക്കുകളും എടുത്തുകൊണ്ട് ഇവിടെ നൽകിയിട്ടുള്ള ഡയലോഗ് ബോക്സിൽ കൃത്യമായി തെറ്റാതെ എഴുതുക. 8 കോളങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതിൽ ആദ്യമായി പറയുന്ന വാക്ക് ഏതാണ്? സബാഹുൽ ഖൈർ. അപ്പോൾ തിരിച്ചെന്താണ് പറയേണ്ടത്? സബാഹുൽ ഖൈർ പറഞ്ഞതിന് ശേഷം സബാഹുൻ നൂർ പറയും. അതിനുശേഷം കൈഫൽ ഹാൽ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ. അപ്പോൾ അതിന് മറുപടി ആയിട്ട് സൈൻ അൽഹംദുലില്ല, സൈൻ അൽഹംദുലില്ല. പിന്നെ ഇല ഐന, നീ എവിടേക്കാണ് പോകുന്നത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ചോദ്യമാണ്. ഇല ഐന, എവിടേക്കാണ്. അപ്പോൾ ഇലൽ മദ്രസ, ഞാൻ മദ്രസയിലേക്ക് പോവുകയാണ്. പിന്നെ അവസാനമായിട്ട് ശുക്രൻ. അപ്പോൾ ശുക്രൻ പറഞ്ഞാൽ തിരിച്ചെന്താ പറയേണ്ടത് എല്ലാവർക്കും അറിയാം. അഫ്വൻ. ഓക്കെ.
അഞ്ചാമത്തെ ചോദ്യം 4 പിക്ചറുകൾ നൽകിയിട്ടുണ്ട്. ഓരോ പിക്ചറും ഓരോ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നുണ്ട്. ആദ്യം കുട്ടി കൈ വൃത്തിയാക്കുന്നു. രണ്ടാമത്തത് കുരുവി തേൻ കുടിക്കുന്നു. 3 ആന കുളത്തിൻ്റെ അരികിൽ നിൽക്കുകയാണ്. 4-മത്തത് മത്സ്യം നീന്തുകയാണ് വെള്ളത്തിലൂടെ. ഇങ്ങനെ ചോദ്യം വരുമ്പോൾ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്നിരുന്നാലും അതിനുള്ള എളുപ്പ വഴി ഈ 4 ഫോട്ടോയിലുള്ള വസ്തുക്കളുടെ പേര് അതിലുണ്ടാവും. ഒന്ന് കുട്ടിയുടെ പേര് വലത് എന്നാണ്. അപ്പോൾ വലത് ഏത് സെൻറ്റൻസിലാണ് നോക്കുക. ഉസ്ഫൂർ കിളി, കുരുവി ആ പദം ഏത് സെൻറ്റൻസിലാണ് നോക്കുക. ഫീൽ എന്ന് പറഞ്ഞാൽ ആന, അതുപോലെ സമക്ക് മത്സ്യം. അപ്പോൾ ഇത് ഉൾക്കൊള്ളുന്ന സെൻറ്റൻസ് കൊണ്ട് എഴുതാം. ഒന്നാമത്തത് യുനല്ലിഫുൽ വലതുൽ യദ, കുട്ടി കൈ വൃത്തിയാക്കുന്നു. ഇതിലെ എല്ലാ പദത്തിൻ്റെയും അർത്ഥം അറിയില്ല എങ്കിലും ഏതെങ്കിലും ഒന്നിൻ്റെ അർത്ഥം പറഞ്ഞാൽ തന്നെ നമുക്ക് കറക്റ്റാക്കി എഴുതാൻ കഴിയും. രണ്ടാമത്തത് യഷ്റബുൽ ഉസ്ഫൂർ റഹീഖ, കുരുവി തേൻ കുടിക്കുന്നു. യഷ്റബു പറഞ്ഞാൽ കുടിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞ യുനല്ലിഫു എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കുക, യഷ്റബു കുടിക്കുക, ഉസ്ഫൂർ കുരുവി, റഹീഖ് എന്ന് പറഞ്ഞാൽ തേന്. മൂന്നാമത്തത് ആന. അപ്പോൾ ആനയുടെ അറബി പദം ഫീലാണ്. അപ്പോൾ യഖിഫുൽ ഫീലു ഇൻദൽ ബിർക്ക, ആന കുളത്തിൻ്റെ അരികിൽ നിൽക്കുകയാണ്. യഖിഫു എന്ന് പറഞ്ഞാൽ നിൽക്കുക, ബിർക്ക നമ്മൾ പഠിച്ചാണ് കുളം. അവസാനത്തത് യസ്ബഹു സമക്കു ഫിൽമായി, സമക്ക് എന്ന് പറഞ്ഞാലാണ് മത്സ്യം. യസ്ബഹു നീന്തുന്നു, ഫിൽമായി വെള്ളത്തിൽ. അടുത്ത ചോദ്യം യഉക്കുലുൽ വലതു മൗസൻ ആണ്. അപ്പോൾ ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ് പറയുന്നത്. താഴെയുള്ള ഏത് പ്രവൃത്തിയാണിതെന്നാണ്. ഫസ്റ്റത്തെ കുട്ടി പഴം തിന്നാണ്, രണ്ടാമത്തെ കുട്ടി വെള്ളം കുടിക്കുകയാണ്. അപ്പോൾ ഇവിടെ യൗക്കുലു എന്ന് പറഞ്ഞാലാണ് ഭക്ഷണം കഴിക്കുക. യൗക്കുലു തിന്നുന്നു. അത് അറിയെങ്കിൽ പെട്ടെന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. മൗസൻ പഴം. അപ്പോൾ ഫസ്റ്റത്തതാണ് ശരി. രണ്ടാമത്തത് തർക്കുസുൽ ബിന്തു, പെൺകുട്ടി ഡാൻസ് ചെയ്യുന്നു. അപ്പോൾ തർക്കുസുവിൻ്റെ അർത്ഥം അറിയുന്നവർക്ക് പെട്ടെന്ന് കഴിയും. രണ്ടാമത്തതാണ് കറക്റ്റ് ആൻസർ. ഒന്നാമത്തത് പാട്ട് പാടുകയാണ്. അപ്പോൾ തർക്കുസു ഡാൻസ് കളിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.